മനസ്സുകൊണ്ടായാലും ശരീരത്തിനോടായാലും അങ്ങനെയാണ് ഞാൻ അത് ഈ സമയത്ത് കേൾക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ, കാണാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഉപ്പുമുളകും ലൈറ്റിൽ 4 കുട്ടികളാണ്. ആദ്യത്തെ 2 കുട്ടികൾക്ക് നല്ല ഏജ് ഡിഫറൻസിന് താഴെ 2 കുഞ്ഞുങ്ങൾ, 4 കുട്ടികളും അതിസുന്ദരികളാണ്. 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. ഇത്രയും പറഞ്ഞത് ഇതറിയാത്തവർക്ക് വേണ്ടിയാണ്. എന്തായാലും മൂത്ത മകള് അവളുടെ ഇഷ്ടത്തിനുള്ള ഒരാളുടെ കൂടെ വിവാഹിതയാവുക. രണ്ടാമത്തെ മകളെ ഇവർ എൻഗേജ്മെൻറ്റ് നടത്തി. ഇനി രണ്ടാമത്തെ മകളുടെ വിവാഹാലോചന തൃശ്ശൂർ ഭാഗത്ത്, കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നാണ് പറയുന്നത്. അവർ ഈ ഉപ്പുമുളകും ചാനൽ കണ്ടിട്ട്, ഈ കുട്ടീനെ കണ്ടിട്ട് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് അമ്മായിയമ്മ ആലോചിച്ച് വരുന്നു. ഇവരും നോക്കുമ്പോൾ നല്ല കുഴപ്പമില്ല. അങ്ങനെ ഈ ബന്ധുക്കൾ തമ്മിൽ അത് എൻഗേജ്മെൻറ്റ് ഗംഭീരമായിട്ട് നടത്തുകയും നിർഭാഗ്യവശായി ബന്ധുക്കൾ തന്നെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ ചെറുക്കനും പെണ്ണിൻ്റെ വീട്ടുകാരുമായിട്ടും പെണ്ണിൻ്റെ വീട്ടുകാരും ചെക്കൻ്റെ വീട്ടുകാരായിട്ടും അങ്ങനെ ആകെ ഒരു പ്രശ്നങ്ങളായിട്ട് ആ വിവാഹം മുടങ്ങുന്ന ഒരവസ്ഥയിൽ ചെക്കനും പെണ്ണും പരസ്പരം ഇഷ്ടമായിട്ട് അവരത് അവിടെ ഇങ്ങനെ സ്വയം ഇഷ്ടത്തിൽ വിവാഹിതരാകുന്നു. എന്തായാലും ഇവരെ ഏറ്റെടുക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാരാണ്. ചെക്കൻ്റെ വീട്ടുകാരാണ് ഫോർമലായിട്ട് ആ വിവാഹം നടത്തി കൊടുക്കുന്നത്. പക്ഷേ സാമ്പത്തികമൊക്കെ ഈ ചെറുക്കൻ തന്നെയാണ് സ്വയം ഉണ്ടാക്കിയിട്ട് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ 2 വീട്ടുകാരും ഒരുമിച്ച് ഉറപ്പിച്ച വിവാഹത്തിൽ അവസാനം 2 പേരും പിന്മാറി ഫോർമലായിട്ട് നിന്ന് ചെക്കൻ്റെ വീട്ടുകാർ വിവാഹം നടത്തിയാലും സാമ്പത്തികമായിട്ടുള്ള ഭാരമൊക്കെ ചെക്കൻ്റെ തലയിൽ തന്നെ വീണു. ഇപ്പോൾ ഇവർ വിവാഹിതരായി ഉടനെ തന്നെ ഇവർക്ക് നല്ലൊരു കടബാധ്യത. കാരണം ഈ സ്വർണ്ണമൊക്കെ എടുത്ത് ഈ വിവാഹം നടത്തിയും വിവാഹത്തിൻ്റെ ചിലവ് വേറെ, പാർട്ടിയുടെ ചിലവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ സാമ്പത്തിക ഭാരം ഇവരുടെ തലയിൽ തന്നെ ചെന്നുപെടുകയും ചെയ്യുന്നു. എന്തായാലും ചെക്കൻ്റെ വീട്ടിൽ മാത്രമായിട്ട് നിൽക്കുകയും തുടക്കത്തിൽ തങ്ങളുടെ വീട്ടുകാരോട്, അതായത് ഈ പെണ്ണിൻ്റെ വീട്ടുകാരോട് വല്ലാത്ത അടുപ്പൊന്നും അവർ കാണിക്കുന്നില്ല. പിന്നെ അച്ഛൻ്റെ അച്ഛൻ, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ മരിക്കുന്ന ഒരു സമയത്ത് ഇവർ തമ്മിൽ ഒന്നാവുന്നു. ഇതെന്തായാലും ചെക്കൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ആ കുട്ടി ഗർഭിണിയാണ്. അവർ വളരെ സന്തോഷപൂർവ്വം, ഈ കപ്പിൾ സന്തോഷപൂർവ്വം ജീവിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവർ ജീവിക്കുന്നത് പെണ്ണിൻ്റെ വീട്ടിലാണ്. കാരണം ഈ ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് അവരുടെ ഇഷ്ടത്തിന് വന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ അപ്പുറത്ത് എന്തായാലും ബഹളം ഉണ്ടാവും. അങ്ങനെ അവർ ആ വീട് വിട്ടിറങ്ങുന്നു, പെണ്ണിൻ്റെ വീട്ടിൽ അഭയം തേടുന്നു. അങ്ങനെ അവർ വന്നിട്ട് അവരുടെ ബാധ്യതയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് നമുക്കൊന്ന് കേൾക്കാം. ഒരു മാസം നമുക്ക് ഷോപ്പുണ്ട്, റെന്റ് ഉണ്ട്, കല്യാണ ലോണുകളുണ്ട്. ഇതിന് കാശിന് വേണ്ടിട്ട് കെഞ്ചിട്ടുണ്ട്. 10 പൈസ പോലും വിവാഹം എന്നുള്ളത് ഇവരുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പൈസ മുടക്കിയിട്ട് വിവാഹം കഴിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ബാധ്യതകൾ അവരുണ്ട് എന്നാണ് അവർ ഈ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ അവർ ഈ ചെക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ 19 വയസ്സിൽ പ്രവാസ ജീവിതം തുടങ്ങിയത് കൊണ്ട് തന്നെ ആ 19 വയസ്സിൽ അവൻ സമ്പാദിച്ചതൊക്കെ അവൻ്റെ വീട്ടുകാർക്ക് കൂടി ഉപയോഗപ്പെടുത്തിയെന്നാണ് ആ കുട്ടി പറയണത്. കാറ് വാങ്ങാനായാലും വീട്ടിലെ ചിലവുകൾക്കായാലും ഒക്കെ താൻ പൈസ കൊടുത്തിരുന്നു. എന്നിട്ടും എനിക്കൊരു രൂപ പോലും ആരും കടം ചോദിച്ചിട്ട് തന്നിട്ടില്ല എന്നുള്ളൊരു ആത്മരോഷം അവൻ പ്രകടമാക്കണം. എന്തായാലും ഇത് സ്വന്തം വീട്ടുകാരോടായിരിക്കുമല്ലോ പൈസ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർ തന്നിട്ടില്ല എന്നുള്ളതിൻ്റെയാണ്. എന്തായാലും ഒരു മകൻ വിവാഹം കഴിച്ചു, ഭാര്യ വീട്ടുകാരുടെ അടുത്തേക്ക് തങ്ങളുടെ സമ്മതമില്ലാതെ പോയി. എന്നാൽ പിന്നെ അവനങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയിലാണ് അവരും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇവർ നേരിട്ട് കമ്മ്യൂണിക്കേഷനില്ല. ഈ അച്ഛനും മകനും നേരിട്ട് കമ്മ്യൂണിക്കേഷനില്ല. മകൻ ഭാര്യ വീട്ടിലായ പിന്നെ ഇവർ കുടുംബമായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അവർക്കും ഒരു ചാനലുണ്ടാകും. അമ്മയ്ക്കും അച്ഛനും അത്ര പ്രശസ്തമായിട്ടുള്ള ചാനലൊന്നുമല്ല, പക്ഷെ ഇപ്പോൾ റീച്ച് ആയിട്ടാണ്. അപ്പോൾ ആ ചാനലിലൂടെ അവർക്ക് പറയാനുള്ളത് അവർ പറയും, ഇവർക്ക് പറയാനുള്ളത് ഇവർ പറയും. അപ്പോൾ ആ അച്ഛൻ പറയുന്നത്, എൻ്റെ മക്കൾക്ക് പെങ്ങന്മാരൊന്നും കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടായി കടമല്ലല്ലോ, സ്വയം വിവാഹം കഴിച്ച കടല്ലേ. പിന്നെ വീട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്, എന്നിട്ടും ആ കുട്ടികൾ ഗൾഫിൽ പോയിട്ട് വീടുണ്ടാക്കുന്നു, പറമ്പുണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ അവരുടെ ഒരു വീഡിയോയിൽ മുന്നേ പറയുന്നുണ്ട്. എന്തായാലും അച്ഛൻ മകനെ ജീവിതം പഠിപ്പിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. മകനാകട്ടെ അതുവരെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ തണലിൽ നിൽക്കുകയും അവൻ സ്വയം പ്രവാസിയാണെങ്കിൽ ഒരു വീട് എന്നുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ട് പെട്ടെന്ന് വീട്ടിലുള്ളവരെല്ലാം പോവുകയും ഇവൻ തന്നെ ഒറ്റയ്ക്കാവുകയും പിന്നെ ഭാര്യയുടെ കൂടെ ഭാര്യ വീട്ടിലേക്ക് പോരേണ്ടി വരുന്നതിൻ്റെ ഒരു സങ്കടം. അധികം പ്രായമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലെ സങ്കടം അവനെ അടക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ 2 കുട്ടികളെ, ഇവനും ഇവൻ്റെ അനിയനുമാണ്. അപ്പോൾ ഈ 2 ആൺകുട്ടികളെ അത്ര പൊന്നു പോലെ സ്നേഹിച്ച് വളർത്തിയത് കൊണ്ട് തന്നെ ആ വീട്ടുകാരുമായിട്ടുള്ള ആ ബന്ധം പെട്ടെന്ന് വിട്ടപ്പോൾ അതിനേക്കാളുപരി ഇവർ ഉപയോഗിച്ചിരുന്ന കാറ് തിരിച്ചു ചോദിക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ വിഷമങ്ങളും ഈ കുട്ടിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ കാറ്, ഞാൻ ചെറുപ്പത്തിൽ പ്രവാസിയായിരുന്നു, 19 വയസ്സിലൊക്കെ പ്രവാസിയാവാന്ന് പറഞ്ഞാൽ ആ വീടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആ കുട്ടി ചെയ്തിട്ടുണ്ടാവും, അതില്ല എന്ന് പറയാൻ പറ്റില്ല.
എന്തായാലും ഇവരുടെ ഈ ഒരു ജീവിതത്തിൽ ഈ കാറ് തിരിച്ചു വാങ്ങി എന്നുള്ളതൊരു വലിയ വിഷയമാവുകയും ഇവരുടെ സ്വന്തം ഭാര്യയുടെ അച്ഛനും അമ്മയും ഒരു പുതിയ കാറ് വാങ്ങുന്നുണ്ട് കേട്ടോ. ആ കാറ് വാങ്ങിയതിനെ പറ്റി അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. ഷെഫും പൊന്നും അവരെ കാറിലാണ്, അനിയനും ഭാര്യ വരാറിലാണ്. അപ്പൊ കുഞ്ഞിന്റെ അച്ഛൻ്റെ കാറില്ല. അപ്പൊ അവര് അച്ഛൻ എന്നോട് വന്നു, അച്ഛൻ കുഞ്ഞിനെടുത്ത വേറെ. അപ്പൊ അച്ഛനും കുഞ്ഞിന് ഭയങ്കര വേണ്ടമ്മ, നമുക്ക് വേണ്ട എന്തെങ്കിലും ചെയ്യാൻ, നാളെ ഈ കാർ എടുക്കാം. ഷോറൂമിൽ ആര് തോൽപ്പിച്ചാലും ദൈവം തോൽപ്പിക്കില്ല, ചില നിമിത്താണത്. അപ്പൊ അവനോട് പറഞ്ഞു അവന്റെ യോഗ ഉണ്ടാവും, ഒരു പുതിയ വണ്ടി ഇറക്കി ഓടിച്ചോണ്ട് അവന് യോഗ ഉണ്ടാവും. അവർക്ക് ഇപ്പൊ വണ്ടി ഇല്ലാണ്ടാക്കിയാണ് തോൽപ്പിക്കാൻ വിചാരിച്ച പറ്റണ കാര്യമല്ല. അപ്പൊ അതിനാണ് ദൈവം എന്ന് പറയണത്. പ്രത്യേകിച്ച് അത് അല്ലാതെ ഇവർ ഈ കാർ എടുത്തപ്പോഴേ ഭയങ്കര നെഗറ്റീവ് കമൻസ് ആണ്. അത് ശരി, ദാരിദ്ര്യം എന്ന് പറയുകയും ചെയ്യും, 20 ലക്ഷത്തിൻ്റെ കാർ എടുക്കുകയും ചെയ്യും. ഇനി മേലാൽ ഇങ്ങനെ പറഞ്ഞു പോകരുത്, ഇവർ ഭയങ്കര ദർബാർ ഫാമിലിയാണ്, പോഷ് ഫാമിലിയാണ്, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്. എന്തൊക്കെയായാലും ഇവരുടെ ശരിക്കും ഒരു മധുര പ്രതികാരമായിരുന്നു. മരുമകൻ്റെ അച്ഛൻ അവൻ്റെ കാറ് അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി കൊണ്ടുപോയപ്പോൾ അത് മരുമകനായിട്ടൊരു കാറ് ഭാര്യയുടെ അച്ഛൻ കൊടുക്കുക എന്നുള്ളൊരു മധുര പ്രതികാരം കൂടി അവിടെ ഉണ്ടായി. എന്തായാലും ഒരു തല്ലിന് അപ്പുറത്തൊരു തലോടൽ അത് ആവശ്യമാണ്. എന്തായാലും ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ആ ഹോസ്പിറ്റലിൽ ആയ അവസ്ഥയിലും അവർ വേദനിക്കുന്ന, അവർ പറഞ്ഞു വേദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കുഞ്ഞിൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഞാൻ ഈയിടെയായിട്ട്, അതായത് ഈ വീട്ടുകാരുമായിട്ട് അകന്നതിൻ്റെ മാനസിക പ്രയാസം പ്ലസ് സ്വന്തമായിട്ടുള്ള ഇത്തരം ബാധ്യതകൾ, നാളെയിലേക്ക് നോക്കുമ്പോൾ ഒരു പേടി, നാളെ പ്രസവം, കുഞ്ഞ് ചിലവ് പ്ലസ് ഉള്ള നിലവിലുള്ള അടവ് ബാധ്യതകൾ, പിന്നെ ആ സമയത്ത് തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, ഞാൻ ഈ സിട്രസ് ടാബ്ലറ്റ് അല്ലെങ്കിൽ ആ സിട്രസ് എടുത്തിട്ടാണ് ഉറങ്ങുന്നത്. കാരണം അത്രമാത്രം നാച്ചുറലായിട്ടുള്ള ഒരു ഉറക്കം അയാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അച്ഛൻ അമ്മയോട് വിദേശത്തു നിന്ന് തിരിച്ച് പോയിക്കോളാൻ പറഞ്ഞിട്ടും അമ്മ പോവാത്തതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഒറ്റയ്ക്കിട്ട് പോവാനും ഈ യുദ്ധം വന്നായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പൊക്കോളാനാണ്, ഞാൻ പോകൂലെന്നത്. യുദ്ധം വരുന്ന ചേട്ടൻ ഒറ്റയ്ക്കിട്ട് ഞാൻ പോകൂല, എവിടെയും ഒരുമിച്ചാണ്. ഇവിടെ കിടന്ന് ചാവാണെങ്കിൽ ഇവിടെ കിടന്ന് ചാവാ, യുദ്ധം വന്ന നാട്ടിലാണെങ്കിൽ നാട്ടില്. അത് നമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരുമിച്ചാണ് ഇനി. ആ അച്ഛനും അമ്മയും പറയുന്നത് ഞങ്ങൾ ഇനി ഒരിക്കലും പിരിയില്ല, യുദ്ധം വന്നാലും എന്തായാലും ഇവിടെ തന്നെ കിടന്ന് അവരുടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആകെ കൂടി ഇനി ബാക്കിയുള്ളത് ഒരു മകനാണ്. അവൻ വിദേശത്ത് അവരുടെ കൂടെ ഇനിയുണ്ട്, അവരുമായിട്ട് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതും ഇവർ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം വേദനാജനകമാണെന്ന് നോക്കണം. ഇതൊക്കെ കാണുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കുണ്ടാവുന്ന വിഷമം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്തൊക്കെയായാലും ഈ അച്ഛൻ്റെയും അമ്മയുടെയും വേർഷൻ അവർക്ക് ഇനി ഒരിക്കലും മക്കൾക്ക് വേണ്ടി ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഉള്ള സമയം അവർ ഒരുമിച്ച് കഴിയണം, അതിൽ ശരിയുണ്ടെങ്കിൽ പോലും. ഈ അമ്മ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ അമ്മ ഇവരുടെ ഉപ്പും മുളകും ചാനലിൻ്റെ വലിയ ആരാധികയായിട്ട് മാറിയിട്ടാണ് ഈ വിവാഹം ആലോചിക്കുന്നത് തന്നെ. എന്തായാലും ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് മുമ്പ് ഒരു കേസ് ഹിസ്റ്ററി ഉണ്ട്. ചെറുപ്പത്തിൽ ഓൾറെഡി നമ്മൾ RCCയിൽ ഒരു ക്യാൻസറിൻ്റെ വകഭേദം വന്ന് അവർക്കൊരു ചികിത്സ കഴിഞ്ഞിട്ടുള്ളതാണ് വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ആദ്യം കൊണ്ട് തന്നെ ഈ കുട്ടി ഇന്നലെ ഹോസ്പിറ്റലിൽ കിടന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ സ്വന്തം അമ്മ വല്ലാതെ കരയുന്നുണ്ട് എന്ന് അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. വല്ലാതെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അമ്മയ്ക്ക് ആ പണ്ട് ചെറുപ്പത്തിൽ ഈ കുട്ടി RCCയിൽ കിടന്ന് ഇഞ്ചക്ഷൻ ചെയ്തിരുന്ന ആ ഒരു ഓർമ്മയൊക്കെ വന്നിട്ട് ഇവരുടെ അമ്മ വല്ലാതെ വികാരാധീനയായിട്ട് കരയുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ അമ്മമാരുടെ വ്യത്യാസം, ഈ അമ്മായിയമ്മ അമ്മ എന്നുള്ളത് ഒരിക്കലും അമ്മായിയമ്മയാണെന്ന് പറയാൻ പാടില്ല, അമ്മയല്ലേ എന്ന് ചോദിക്കുന്നതിൽ വലിയ കാര്യമില്ല. അപ്പോൾ ഈ അമ്മായിയമ്മ ഇവിടെ സംസാരിക്കാനായിട്ടില്ലേ, അവിടെ പ്രസവമോ എന്തെങ്കിലും നടന്നോട്ടെ, ഞാനും ഏട്ടനും ഇവിടെ ജീവിക്കണം, ആവട്ടെ, അവരുടെ ജീവിതം അവർ എൻജോയ് ചെയ്യണം. പക്ഷേ ഇവർക്ക് ഇനി നാട്ടിലേക്ക് വരണ്ട, മരുമകളുടെ പ്രസവം നോക്കണ്ട, മരുമകളുമായിട്ട് യാതൊരു ബന്ധം പുലർത്തണ്ടെങ്കിൽ പോലും മകനുള്ള മെൻ്റൽ സപ്പോർട്ട് നിനക്ക് ഞങ്ങളുണ്ട്, നിൻ്റെ ഈ ഒരു വിഷമത്തിൽ നീ സമാധാനമായിട്ടിരിക്കുക. ഒരമ്മ എന്നുള്ള നിലയിൽ കേട്ടോ, ബാക്കി അച്ഛനെയോ അനിയനെയോ ഒന്നും കൺസിഡർ ചെയ്യണ്ട. ഒരമ്മ എന്ന് പറയുമ്പോഴേ സ്വന്തം മകൻ ഇങ്ങനെയൊക്കെയുള്ള സങ്കടം പറഞ്ഞ്, അവർ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഏറ്റുമുട്ടണതെന്ന് പറഞ്ഞല്ലോ, ഈ ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങൾ പറഞ്ഞ് അതിൻ്റെ ആ ഒരു വിഷമമൊന്നും അവർക്ക് കാണാനില്ല. അത് ഞാനൊരു വലിയ അത്ഭുതമായിട്ട് കാണുകയാണ്. കാരണം അവരുടെ മകനാണ് ഈ വിഷമിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയായാലും ആ മകനുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാം. ഇവരായിട്ട് തന്നെ ആ മകൻ്റെ തലയിൽ കെട്ടിവെച്ചൊരു ബന്ധമാണത്. അപ്പോൾ ആ സ്വന്തം അമ്മ കരയുന്നതും, ഈ അമ്മ വളരെ ലൈറ്റായിട്ട് എനിക്ക് ഏട്ടൻ്റെ കൂടെ നിന്നാൽ മതി, യുദ്ധം ഉണ്ടായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും മരിക്കും
എന്നുള്ള ആ ഒരു ഇത് കണ്ടില്ലേ. അപ്പം അമ്മായിയമ്മ അമ്മ എന്നൊക്കെ പറയുന്നത് രണ്ടാണ്. കാരണം ആ അമ്മയ്ക്ക് ഈ മകളെ പറ്റി അല്ലെങ്കിൽ ഈ മരുമകളെ പറ്റി ഒരു കൺസിഡറേഷനും ഇല്ല. അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അവളിപ്പോൾ എത്ര മാസമായി സ്വന്തം മകൻ്റെ കുഞ്ഞാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ആദ്യം അവരുടെ ഭാഗത്തും ഉണ്ടാവണമല്ലോ. അതൊന്നും ഇല്ല എന്നുള്ളതാണ്. അത്രമാത്രം അവർ തമ്മിൽ മാനസികമായിട്ട് അകന്നു തന്നെ. എന്തായാലും മകന് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ പൈസ ചിലവില്ലല്ലോ. അവർക്ക് വിദേശത്തുനിന്ന് വിളിക്കാം, മകൻ്റെയും മരുമകളുടെയും കാര്യങ്ങൾ അന്വേഷിക്കാം, അപ്ഡേഷനൊക്കെ ഒന്ന് ഇതാവാം. എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയ ചെയ്യാം. അത് ഫിനാൻഷ്യലായിട്ടാണ് പറഞ്ഞത്. അതില്ലെങ്കിൽ അയ്യോ മോനെ ഞങ്ങളുടെ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ആ കുട്ടിക്ക് സന്തോഷമാവുമല്ലോ. ഒരു മെൻ്റൽ സപ്പോർട്ട് പോലും കൊടുക്കാതെ ഇവരിനി ഫർദറായിട്ട് ഇവരുടെ ജീവിതകഥ പ്രസിദ്ധീകരിക്കണോ, ജീവിതകഥ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ഈസിയായിട്ടുള്ള അച്ഛൻ്റെ ലൈഫ് സ്റ്റോറി ജനറലൈസ് ചെയ്താൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഉണക്ക കുബൂസും തൈരും കഴിച്ച കഥയുണ്ടാവും. അതല്ലെങ്കിൽ പാർക്കിൽ വെറും വെള്ളം കുടിച്ചുറങ്ങിയത്, അറബി പോലീസ് പിടിച്ച് 4 ദിവസം ജയിലിലിട്ടത്. ഇനി അതിലും കൂടുതലാണെങ്കിൽ ഈ ഓണവും പെരുന്നാളൊക്കെ വരുമ്പോൾ സ്വന്തം ബന്ധുക്കൾ നാട്ടിൽ ആ ആഘോഷം ആഘോഷിക്കുന്നത് ഓർത്തിട്ട് പാർക്കിലെ ബെഞ്ചിൽ ഇങ്ങനെ ആലോചിച്ച് കരയുന്നത്. അങ്ങനെയൊക്കെയുള്ള ജനറലൈസേഷനാണ് ജീവിതത്തിൽ. അല്ലാണ്ട് ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ ജീവിത ചരിത്രമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. എന്തായാലും ഈ ജീവിത ചരിത്രം വേണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് അയ്യോ ദയവ് ചെയ്തിട്ട് നിങ്ങൾ മക്കളുടെ കുറ്റം പറയാനായിട്ട് ഈ ജീവിത ചരിത്രം അല്ലെങ്കിൽ കഥ പറയണ്ട, അതല്ലാത്തതൊക്കെ പറഞ്ഞോ, മോൻ്റെ വിവാഹം വരെയുള്ളത് പറഞ്ഞാൽ മതി. കാരണം ഈ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക് അലക്കുകല്ലിൽ തല്ലി വെളുപ്പിക്കേണ്ടെന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. ഈ കാലഘട്ടവും കഴിഞ്ഞു പോകും. ആ 2 മക്കളുണ്ടല്ലോ, അപ്പോൾ കുഞ്ഞിനും ഹസ്ബൻഡും അവരുടെ കുഞ്ഞ് വരാനുള്ള ആ ഒരു ഇതിൻ്റെ ഇടയിൽ ഒരുപാട് അവർ ഈ കുഞ്ഞിന് ഏറ്റവും അധികം പ്രഷർ കൂടുകയും ചുമ, ജലദോഷം ഇങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഏറ്റവും കൂടുതൽ അവർ ഒരു 2-3 ദിവസമായിട്ട് നിരന്തരം കരച്ചിലായിരുന്നു എന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെ മനസ്സിനെ ഇങ്ങനെ കലക്കാൻ മാത്രം ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടായി. പക്ഷേ അവർ ഇതൊന്നും മറക്കില്ല എന്നുള്ളതാണ് പറ്റില്ല. അവരെ ഒറ്റപ്പെടുത്തിയ ആൾക്കാരെ, അവരെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ അവരുടെ മനസ്സിൽ അവർ കൃത്യമായിട്ട് കുറിച്ച് വയ്ക്കും എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് അപ്പുറത്തും ഇപ്പുറത്തും കുത്തി പറഞ്ഞ് ഞാൻ ജീവിതകഥ എഴുതുകയാണെന്ന് ഇപ്പുറത്തും ഞങ്ങളേനെ ഇങ്ങനെ ഒരു ടെൻഷനിലാക്കി എന്ന് അപ്പുറത്തും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.